ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. അമിത ഭാരം കയറ്റി അപകടകരമായ രീതിയിൽ സർവീസ് നടത്തുന്ന ടോറസ് ലോറികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മേപ്പാടം എളനാട് വാണിയംപാറ റോഡുകളിൽ അമിത ഭാരം കയറ്റിയെത്തുന്ന ടോറസുകൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ്. മെയ് 21 ആലിഞ്ചുവട് ഭാഗത്ത് ടോറസിൽ നിന്നും കൂറ്റൻ കല്ല് റോഡിലേക്ക് തെറിച്ചു വീണിരുന്നു. ഭാഗ്യം കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. ഈ സംഭവത്തിന് ശേഷം വടക്കാഞ്ചേരി ജോയിന്റ് RTO, പഴയന്നൂർ പോലീസ്, പഞ്ചായത്ത് സെക്രട്ടറി, താലൂക്ക് തഹസിൽദാർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. കോറി ലോറികൾ റോഡ് തകർക്കുന്നതായി PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ മുൻപ് റിപ്പോർട്ട് നൽകിയിട്ടും അധികൃതർ അനങ്ങിയിട്ടില്ല. സാധാരണക്കാരെ വകവയ്ക്കാതെ കോർപ്പറേറ്റുകൾക്ക് വിധേയപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നടപടി ലജ്ജാകരമാണെന്നും മന്ത്രിമാർ ജാതികോമരങ്ങളുടെ ആശീർവാദം തേടി നടക്കാതെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും ഷാജഹാൻ എളനാട് ആവശ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ. മേപ്പാടം എളനാട് റോഡിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലിഞ്ചോട് ഭാഗത്ത് വെച്ച് അമിത ഭാരത്തിലും അളവിലും കല്ല് കയറ്റി പോകുകയായിരുന്ന ഒരു ടോറസിൽ നിന്നും വലിയൊരു കല്ല് റോഡിലേക്ക് തെറിച്ചു വീണു. യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഈ വിഷയത്തിൽ ടോറസുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ, പഴയന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി, താലൂക്ക് തഹസിൽദാർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നാളെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. അതോടൊപ്പം തന്നെ എളനാട് തിരുമണി റോഡ് 5 കിലോമീറ്ററാണ്. 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ്. നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും റോഡ് പല ഭാഗങ്ങളിലും ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ട് റോഡ് വലിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ തൃശ്ശൂർ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. അതോടൊപ്പം PWD ചേലക്കര റോഡ് സെഷൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്കും ഒരു വിവരാവകാശം നൽകിയിരുന്നു. അതായത് ഈ റോഡ് തകരുന്നതിന് എന്തായിരുന്നു കാരണം, എന്ത് നടപടിയാണ് സ്വീകരിച്ച് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു വിവരാവകാശം നൽകിയത്. അതിൽ ഇന്നലെ മറുപടി കിട്ടി. അത് കിട്ടിയപ്പോൾ അത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കിട്ടിയത്. കാരണം ഈ റോഡ് അമിതഭാരം കയറ്റിയ ടോറസുകൾ, കരിങ്കൽ കോറികളിൽ നിന്നുള്ള ടോറസുകൾ പോകുന്നത് കൊണ്ട് റോഡുകൾ തകരുന്നു. അതിന് ആവശ്യമായ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ RTO, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് മാസങ്ങൾക്ക് മുമ്പ് പരാതി നൽകിയിരുന്നു. പക്ഷേ അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇത്തരം ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളുടെ കോർപ്പറേറ്റ് വിധേയത്വമാണ് അത് കാണിക്കുന്നത്. എത്രത്തോളം ഭീകരമാണ് കോർപ്പറേറ്റ് വിധേയത്വം എന്നാണ് ഈ അധികാരി വർഗ്ഗങ്ങളുടെ കോർപ്പറേറ്റ് വിധേയത്വം എത്രത്തോളം ഭീകരമാണ് എന്നതാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ന്യൂസ് ഡെസ്ക് CCV.